ചർച്ച വളരെ ഫോർമലായിരുന്നു. കാണാം ഫോർമലായിരുന്നു എന്നാണ് തീരുമാനത്തിലെത്തിയത്. എൻ്റെ പാർട്ടിക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. അങ്ങനെ അഡ്ജക്റ്റീവ്സിനൊന്നും പ്രസക്തിയില്ല. അത് പാർട്ടിക്കുണ്ടാവുമല്ലോ, പാർട്ടിക്കുണ്ടാവുമെങ്കിൽ. അതെ, അങ്ങനെയൊന്നുമില്ല. ഡിക്ലെയർ അങ്ങനെയൊന്നും ഇവിടെ വാദപ്രതിവാദമൊന്നുമില്ലല്ലോ ഉറപ്പിക്കാൻ. പ്ലീസ് തിങ്കളാഴ്ച 10 മണിക്ക് അത് പറഞ്ഞില്ലേ? കൺവീനർ കാണുന്നുണ്ടല്ലോ പത്രക്കാരെ. അതെ, അങ്ങനെയല്ലേ പറഞ്ഞത്. അത് അല്ല, കൺവീനർ പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്. നാളെ ഡിസ്കഷനുണ്ട്. കക്ഷി നേതാക്കളായിട്ട് നമ്മുടെ ഓരോ വകുപ്പുകളെയും കുറിച്ചൊക്കെ പറയണ്ടേ. അത് പ്രതിപക്ഷ നേതാവ്, സോറി, മുഖ്യമന്ത്രി, അത് എല്ലാവരെയും കാണും. പഠൻ അതൊക്കെ നാളെ നിങ്ങളോട് അവർ പറയും. ഞാനല്ല അത് പറയാനുള്ള അതോറിറ്റി. ഇല്ല, ഇന്നിപ്പോൾ ഫോർമലായിട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ UDF ആദ്യമായിട്ട് കൂടുകയല്ലേ. ആദ്യമായിട്ട് കൂടി അത് KPCC പ്രസിഡന്റ് അവരുടെ തീരുമാനം പറഞ്ഞു, എല്ലാവരും അത് എൻഡോഴ്സ് ചെയ്തു. അങ്ങനെയൊരു ഫോർമാലിറ്റിയാണ്. ഇപ്പോൾ 10 വർഷത്തിന് ശേഷമായതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു അപരിചിതത്വമുണ്ട്. അങ്ങനെ ആവാമല്ലോ. 18-ാം തീയതി 10 മണിക്കാണ്. ഇതൊക്കെ പറയാനല്ലോ. കൺവീനർ നാളെ ഇപ്പോൾ അവിടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഓക്കെ ഫുൾ ക്യാബിനറ്റാണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? അതേ, അല്ലെങ്കിൽ ഇല്ല, വകുപ്പ് സംബന്ധിച്ചൊക്കെ നാളെ എന്നുള്ള ചർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളുമായിട്ടും ചർച്ചയുണ്ടാവും. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയില്ല. നാളെ കാലത്ത് 10 മണിക്ക് ആ ചർച്ച ആരംഭിച്ചാൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ആ വിവരങ്ങൾ കിട്ടും. ഈ സമയമാകുമ്പോൾ കിട്ടും. ഓക്കെ.